ഒരേ സമയം നമ്മളെ സന്തോഷിപ്പിക്കുകയും അതുപോലെ തന്നെ ഞെട്ടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നു. 26 പേരെ കൂട്ടക്കൊല ചെയ്യാൻ പഹൽഗാമിൽ അത് ആസൂത്രണം ചെയ്ത് നടപ്പാക്കാൻ നേതൃത്വം നൽകിയ ഹാഷിം മൂസയെ 97 ദിവസങ്ങൾക്ക് ശേഷം സൈന്യത്തിന് വധിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നമ്മളെ സന്തോഷിപ്പിക്കുന്ന വാർത്ത. എന്നാൽ അതേസമയം ഈ ആക്രമണത്തിന് ചൈനീസ് സഹായം ലഭ്യമായിരുന്നു എന്ന ഒരു സൂചന ഇപ്പോൾ പുറത്തു വരികയാണ്. അതാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം. എന്താണ് സാർ, ഈ പാക് ഭീകരന്മാർക്ക് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി ഇത്തരത്തിൽ കൂട്ടക്കൊല നടത്താൻ എങ്ങനെയാണ് ഈ ചൈനീസ് സഹായം ലഭ്യമാകുന്നത്? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പാക് ഭീകരതയ്ക്ക് ചൈനീസ് പിന്തുണ ഉണ്ടെന്നുള്ളത് എന്നാണിപ്പോൾ ഈ പുറത്തു വരുന്ന വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നതനുസരിച്ച് അത് വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അപ്പോൾ അതായത് പാക് മണ്ണിൽ മാത്രമല്ല ഈ ഇന്ത്യക്കെതിരായ ഈ ഭീകര പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതും പരിശീലനം കൊടുക്കുന്നതും അതിന് വലിയ രീതിയിൽ ആളും അർത്ഥവും സാങ്കേതിക വിദ്യയും ഒക്കെ കൊടുത്ത് ചൈനയും അതിനെ സഹായിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അത് ഇവരുടെ ചൈനീസ് സാറ്റലൈറ്റ് ഫോണാണ് അവിടെ സജീവമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇത് ഇപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസം അല്ലേ ഓപ്പറേഷൻ മഹാദേവ്, അത് ഈ നാടോടികളാണത് ഇതിനെപ്പറ്റി വിവരങ്ങൾ കൈമാറുന്നത് തന്നെ. ഈ ഇവരുടെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നുള്ളത്. ഇവർ വനമേഖലയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ഈ ഒളിച്ചിരുന്നവരെ കുറിച്ചുള്ള സൂചനകൾ സൈന്യത്തിന് കൈമാറുന്നത് അങ്ങ് പറഞ്ഞതുപോലെ നാടോടികൾ. പക്ഷേ സൈന്യത്തിന് മറ്റൊരു ഒരു കാൽവെപ്പ് അല്ലെങ്കിൽ മറ്റൊരു ഒരു പിടിവള്ളി അവിടെ കിട്ടി. കാരണം ഈ ജൂലൈ 1-ാം തീയതിയും 2-ാം തീയതിയും ഒക്കെ അവിടെ നിന്ന് ഈ ചൈനീസ് സാറ്റലൈറ്റ് ഫോണിൻ്റെ സിഗ്നലുകൾ പിടിച്ചെടുക്കാൻ സൈന്യത്തിന് സാധിച്ചു. അതിനെ തുടർന്നുള്ള അന്വേഷണമാണ് ഇവിടേക്ക് ചെന്നത്. ഈ മഹാദേവ കുന്നുകളിലേക്ക്, ഓപ്പറേഷൻ മഹാദേവ നടന്ന ആ മഹാദേവ കുന്നുകളിലേക്ക്, ലഡ്വാസ് എന്ന് പറയുന്ന ആ വനമേഖലയിലേക്ക് സൈന്യത്തിൻ്റെ ശ്രദ്ധ ചെന്നത് ഈ ചൈനീസ് നിർമ്മിത സാറ്റലൈറ്റ് ഫോണിൻ്റെ സിഗ്നലുകൾ പിടിച്ചെടുക്കാൻ സഹായിച്ചത് കൊണ്ടാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വിവരം. അപ്പോൾ ഈ ഭീകരവാദികൾ ഇപ്പോഴും ആ വനമേഖലകളിലൊക്കെ തന്നെ ക്യാമ്പ് ചെയ്യുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതെ. അപ്പോൾ അവരുടെ കൈവശം ഇനി പിടികിട്ടാൻ ഇനിയും 2 പേരുണ്ട്. ഇപ്പോൾ തലവനെയാണ് വധിച്ചിരിക്കുന്നത്. ഇത് നേരത്തെ പാക് സൈന്യത്തിലുണ്ടായിരുന്ന കമാൻഡോ ആയ ഹാഷിം മൂസയെയാണ് വധിച്ചത്. അദ്ദേഹം പാക് കരസേനയിലെ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിലെ മുൻ കമാൻഡോ ആണ്. അതെ, പാരാമിലിറ്ററി കമാൻഡോയാണ്. അത് യുദ്ധമുറകളിലും ചാരപ്രവർത്തനത്തിലും ഒക്കെ വലിയ പ്രാവീണ്യമുള്ള ആളാണ്. പിന്നീടാണ് ഭീകര സംഘടനയിൽ ചേർന്നത്. സൈന്യത്തിൽ നിന്ന് രാജിവെച്ചിട്ട് ഭീകര സംഘടനയിലേക്ക് ചേരുകയാണ്. അതിപ്പോൾ പാകിസ്ഥാനിനെ സംബന്ധിച്ച് പാക് സൈന്യത്തിൽ പ്രവർത്തിക്കുന്നതും ലഷ്കർ ഇ തോയ്ബയിൽ പ്രവർത്തിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഞങ്ങൾ ലഷ്കർ ഇ തോയ്ബയെ നിരോധിച്ചു എന്നൊക്കെ പാകിസ്ഥാൻ പറയുന്നുണ്ടെങ്കിലും പാക് സൈന്യം തന്നെ ലഷ്കർ ഇ തോയ്ബയാണ്. ലഷ്കർ ഇ തോയ്ബയും ഇവരും തമ്മിൽ വ്യത്യാസം ഒന്നും തന്നെ. ഈ ഓപ്പറേഷൻ സിന്ദൂർ അപ്പം നിർത്തിവെക്കാൻ പാടില്ല എന്ന് തോന്നുന്നു. കാരണം ഇങ്ങനെ വനമേഖലകളിലും മറ്റ് അതിർത്തി മേഖലകളിലുമൊക്കെ ഇപ്പോഴും ഇവരിവിടെ റോന്ത് ചൊറ്റുന്നു എന്നുള്ളതല്ലേ നമുക്ക് തെളിവുകൊണ്ടാണ് സാർ നമ്മുടെ സംയുക്ത സൈനിക മേധാവി അനിൽ ചൗഹാൻ അദ്ദേഹം പറഞ്ഞു ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല. ഇപ്പോൾ പാർലമെന്റിൽ രാജ്നാഥ് സിംഗും പറഞ്ഞിട്ടുണ്ട്. പാർലമെന്റിൽ ചർച്ച നടക്കുമ്പോൾ നമ്മുടെ പ്രതിരോധ മന്ത്രി പറയുന്നു ഓപ്പറേഷൻ സിന്ദൂർ സൈന്യം അവസാനിപ്പിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം രാജ്യത്തിനകത്തും പുറത്തുമുള്ള ഈ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട മുഴുവൻ ആൾക്കാരെയും പിടികൂടുന്നത് വരെയോ അല്ലെങ്കിൽ വധിക്കുന്നത് വരെയോ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിക്കില്ല. ഇനിയും ഇന്ത്യക്കെതിരെ ഇത്തരത്തിൽ ഭീകരാക്രമണത്തിന് ശ്രമിച്ചാൽ ഓപ്പറേഷൻ സിന്ദൂർ തുടരും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പം ഇവിടെ ഈ നമ്മളൊരു ചൈനീസ് ബന്ധം പറയുകയുണ്ടായി. ചൈനീസിൻ്റെ സാറ്റലൈറ്റ് ഫോൺ സജീവമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇനി ലോകത്ത് ഒരുപക്ഷെ ഈ ഭീകര ആക്രമണത്തിൻ്റെ കേന്ദ്രങ്ങളായിട്ട് പാകിസ്ഥാനെ പോലെ തന്നെ ചൈനയും മാറുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണോ പോകുന്നതെന്ന് നമുക്കറിയാം. ഈ അടുത്ത കാലത്ത് ഇന്ത്യ ചൈന ചർച്ചകൾ വളരെയധികം പുരോഗമിക്കുന്നുണ്ട്. നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ ചൈനയിൽ ചെല്ലുകയും നമ്മുടെ ചൈനീസ് പ്രസിഡന്റുമായിട്ട് അദ്ദേഹം ചർച്ച നടത്തുകയൊക്കെ ചെയ്തു. അതിനു മുമ്പാണ് ഈ പഹൽഗാം അറ്റാക്കൊക്കെ നടന്നത്. പഹൽഗാം അറ്റാക്കിൽ നമുക്കിപ്പോൾ കിട്ടുന്ന സൂചനകൾ വെച്ചാണെങ്കിൽ ഈ ചൈനീസ് സാങ്കേതിക വിദ്യയാണ് ഈ ഭീകരന്മാർ ഉപയോഗിച്ചത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് എന്നാണ് പ്രധാനമായിട്ടും പുറത്തു വരുന്നത്.
മറ്റ് കാര്യങ്ങൾ അവരുപയോഗിച്ച ആയുധങ്ങളെക്കുറിച്ചും അവർ നുഴഞ്ഞു കയറാൻ സ്വീകരിച്ച മാർഗം എന്താണെന്നുള്ളതിനെക്കുറിച്ചും ഒന്നും നമുക്കിപ്പോഴും സൈന്യം വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. അതൊക്കെ ഒരുപക്ഷെ സൈന്യത്തിൻ്റെ കയ്യിൽ, നമ്മുടെ NIA-യുടെ കയ്യിലൊക്കെ ഉണ്ടാകും. പക്ഷേ അതൊന്നും ആ വാർത്തകളൊന്നും മാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് കൃത്യമായിട്ട് അതിൽ നമുക്കൊരു വിശകലനം നടത്താൻ സാധ്യമല്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, മുമ്പും ചൈന നമുക്ക് ഇത്തരത്തിലുള്ള തലവേദനകൾ സൃഷ്ടിച്ചിരുന്നു. പണ്ട് നമുക്കറിയാം, ഈ ഉൾഫ, ആസാം കേന്ദ്രീകരിച്ച് ഉൾഫ തീവ്രവാദം, വിഘടനവാദം നടന്നിരുന്നു. അന്ന് അവിടെ നിന്ന് ചെറുപ്പക്കാരെ കൊണ്ടുപോയി പരിശീലനം നടത്തി ഇന്ത്യയിലേക്ക് തിരിച്ചയക്കും. ഈ കമാൻഡോ പരിശീലനമാണ് അവർക്ക് നൽകുന്നത്. ഒരാളിന് ഏതാണ്ട് 5 മിനിറ്റ് കൊണ്ട് 20 പേരെ കൊലപ്പെടുത്താൻ കഴിയും. അത്തരത്തിൽ, അതായത് ഒരായുധവും ഇല്ലാതെ വെറും കൈയും കാലും ഉപയോഗിച്ച് അടിച്ചും തൊഴിച്ചും ഒരാളെ അങ്ങനെ 20 പേരെ 5 മിനിറ്റിനുള്ളിൽ കൊലപ്പെടുത്താൻ കഴിയുന്ന തരത്തിലുള്ള പരിശീലനമാണ് അവർക്ക് നൽകിയിരുന്നത്. പിന്നീട് നമ്മുടെ സൈന്യം ഫലപ്രദമായിട്ട് ഇടപെട്ട് ഇവരിൽ ഒരുപാട് പേര് ആയുധം താഴെ വെച്ച് കീഴടങ്ങുകയും ദേശീയധാരയിലേക്ക് വരികയും ചെയ്തു. അങ്ങനെ ആ ഒരു തീവ്രവാദം അവിടെ ഏതാണ്ട് സമാപിച്ചു. വല്ല എന്തെങ്കിലുമൊക്കെ അതിർത്തി കടന്ന് വല്ലപ്പോഴുമൊക്കെ ചില പൊട്ടലും ചീറ്റലും ഉണ്ടാകുന്നെങ്കിലേ ഉള്ളൂ. പക്ഷെ അതൊന്നും ഇപ്പോൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ചൈനയുടെ ഇടപെടലുകൾ നമുക്ക് മുമ്പും തലവേദനയായിട്ടുണ്ട്. ഇവിടെയും ഈ പാക് ഭീകരർക്ക് ഈ പറയുന്നത് പോലെ സാങ്കേതിക വിദ്യയും പരിശീലനവും ചൈന നൽകിയിട്ടുണ്ടോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്, പ്രത്യേകിച്ചും പഹൽഗാം ഭീകരാക്രമണം നടത്തിയ ഭീകരന്മാർ. കഴിഞ്ഞ ദിവസം നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പാർലമെന്റിലെ 16 മണിക്കൂർ നീണ്ട ചർച്ചകൾക്ക് ഒടുവിൽ ആ സമയത്താണ് ഈ തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഈ ഓപ്പറേഷൻ മഹാദേവ് എന്ന് പറയുന്നത് ഇനി അത് മറ്റൊരു തരത്തിലേക്ക് പോകും എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഭീകരാക്രമണത്തിൻ്റെ ഈ 97ാം ദിവസമാണ് ഈ നേട്ടം അറിയുന്നത്. ഇയാള് സുലൈമാൻ എന്നുള്ള പേരിലാണ്, സുലൈമാൻ എന്നും പറയുന്നുണ്ട്, സുലീമാൻ എന്നും പറയുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഒരു പേരിലാണ് ഇയാൾ അറിയപ്പെടുന്നത്, ഈ ഹാഷിം മൂസ. ഹാഷിം മൂസയെ കുറിച്ച് നേരത്തെ തന്നെ വിവരങ്ങൾ പുറത്തു വരികയും ഹാഷിം മൂസയുടെ നേതൃത്വത്തിലാണ് ഈ ആക്രമണം നടന്നതെന്ന് നമ്മൾ കണ്ടെത്തുകയും ഒക്കെ ചെയ്തു. പക്ഷേ കൃത്യമായിട്ടും ഈ പറഞ്ഞതുപോലെ ചൈനീസ് സാറ്റലൈറ്റ് ഫോണിൽ നിന്നുള്ള ആ സിഗ്നലുകൾ, അത് ജൂലൈ ആദ്യവാരം തന്നെ പിടിച്ചെടുക്കാൻ സാധിച്ചതാണ് സൈന്യത്തിൻ്റെ നേട്ടം. അത് വളരെ നമുക്കറിയാം, ഈ സാറ്റലൈറ്റ് ഫോണുകളെ ട്രാക്ക് ചെയ്യുക എന്ന് പറയുന്നതും അതിൻ്റെ ലൊക്കേഷൻ നിർണ്ണയിക്കുക എന്ന് പറയുന്നതും ഒക്കെ വലിയ ബുദ്ധിമുട്ട്, സാങ്കേതികമായിട്ട് തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അതിപ്പോൾ ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന എഞ്ചിനീയർമാരുടെ അടുത്തൊക്കെ ചോദിച്ചാൽ അത് മനസ്സിലാവും. പക്ഷേ എങ്കിലും സൈന്യത്തിൻ്റെ എന്താ പറയുക, നിതാന്ത പരിശ്രമം കൊണ്ട് കണ്ണിൽ എണ്ണയൊഴിച്ച് അവർ നടത്തിയ ഈ 97 ദിവസങ്ങളായിട്ട് അവർ കാത്തിരുന്ന് ഇതിൻ്റെ പുറകേ നടന്ന് വളരെ കൃത്യമായിട്ട് ഈ ജൂലൈ ആദ്യവാരം ഇത് പിടിച്ചെടുക്കുകയും പിന്നീട് നാടോടികളെ അങ്ങോട്ടേക്ക്, ആ പ്രദേശത്തുള്ള നാടോടികളെ ആ വനമേഖലയിലേക്ക് അയക്കുകയും ചെയ്തു. അവർ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പ്രദേശം വളയുകയും പെട്രോൾ പാർട്ടി വളരെ കൃത്യമായിട്ട് ഈ ലൊക്കേഷൻ, ഇവർ ഒളിച്ചിരിക്കുന്ന ആ കൃത്യമായ സ്പോട്ട് കണ്ടെത്തുകയും അവിടേക്ക് ആ സൈനിക നടപടി 24 രാഷ്ട്രീയ റൈഫിൾസും അതുപോലെ തന്നെ പാരാമിലിറ്ററി കമാൻഡോകളും ജമ്മു കാശ്മീർ പോലീസും CRPF-ഉം സംയുക്തമായിട്ട് ചേർന്നാണ് അവിടെ വളഞ്ഞപ്പോൾ സൈന്യത്തിന് നേരെ അവർ വെടിയുതിർത്തു, ഏറ്റുമുട്ടൽ നടന്നു. കൃത്യമായിട്ടും സൈന്യം ഈ 3 പേരെയും, അവിടെ 3 പേരാണ് ഒളിച്ചിരുന്നത്, ആ 3 പേരെ, ഹാഷിം മൂസ അടക്കം 3 പേരെയും പടമാക്കി. മറ്റ് 2 പേര് പാകിസ്ഥാൻകാരാണ്. ഇപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പ്രതിപക്ഷം ചോദിക്കുന്നുണ്ട്, പാക് ഭീകരന്മാരാണ് ആക്രമിച്ചതെന്നതിന് എന്താണ് തെളിവ്? അല്ല, ആ തെളിവ് നമ്മുടെ കയ്യിൽ ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ ലോകം മുഴുവൻ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായിട്ട് ഓരോ സംഘത്തെ വിട്ടത്. അതാണ് സാർ, നമ്മുടെ പ്രതിപക്ഷത്തിന് നമ്മുടെ പ്രതിരോധ മന്ത്രി പറയുന്നത് വിശ്വാസമില്ല, നമ്മുടെ വിദേശകാര്യമന്ത്രി പറയുന്നതിനെ അവർ അംഗീകരിക്കില്ല. നമ്മുടെ സൈന്യം ഔദ്യോഗികമായിട്ട് പോട്ടെ, ഇവരെല്ലാം രാഷ്ട്രീയക്കാരാണെന്ന് പറയാം, ഇവരെ നമുക്ക് തള്ളാം. പക്ഷെ സൈന്യം ഔദ്യോഗികമായിട്ട് പറയുകയാണ്, സംയുക്ത സൈനിക മേധാവി അടക്കമുള്ളവർ പറയുകയാണ്, സൈന്യം ഔദ്യോഗികമായിട്ട് സൈന്യത്തിൻ്റെ വക്താക്കൾ വിവരം പങ്കുവയ്ക്കുകയാണ് മാധ്യമങ്ങളോട്. അതവർക്ക് വിശ്വാസമില്ല. അവർക്ക് വിശ്വാസം ഈ പാകിസ്ഥാനിലെ വിദേശകാര്യമന്ത്രിയും പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രിയും പാകിസ്ഥാൻ്റെ സൈനിക മേധാവി അസിം മുനീറും ഒക്കെ പറയുന്നതാണ്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും AICC പ്രസിഡന്റ് മല്ലികാർജുന ഖാർഗെയ്ക്കും ഒക്കെ വിശ്വാസം, അവർ അംഗീകരിക്കുന്നത് അതാണ്. അവർക്കൊരിക്കലും ഈ നമ്മുടെ സൈന്യത്തെയോ സൈന്യത്തിൻ്റെ വാക്കുകളെയോ ഒന്നും അവർ മുഖവിലയ്ക്ക് പോലും എടുക്കുന്നില്ല.
അതാണ് അതിനകത്ത് വളരെ ഇനിയിപ്പോൾ മറ്റൊരു കാര്യം കൂടി ഉണ്ടാകും. ഈ ചൈനയുടെ ഇതിനകത്തെ ഒരു ബന്ധം ചൈനയ്ക്ക് ലോക രാജ്യങ്ങളുടെ ഇടയിൽ വലിയ ഇടിവ് കൂടി സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ കൂടുതൽ തെളിവുകൾ പുറത്തു വന്നു കഴിഞ്ഞാൽ ചൈന പല ചോദ്യങ്ങൾക്കും മറുപടി പറയേണ്ടി വരും. ചൈനയ്ക്ക് തീർച്ചയായിട്ടും ഇന്ത്യ ഉയർത്തുന്ന നയതന്ത്ര തലത്തിൽ ഇന്ത്യ ഉയർത്തുന്ന സമ്മർദ്ദത്തെ ചൈനയ്ക്ക് അതിജീവിക്കാൻ വലിയ വിയർപ്പൊഴിക്കേണ്ടി വരും. ചൈന എന്നേക്കുമായിട്ട് ഈ പാകിസ്ഥാനെ സഹായിക്കുന്നു. ഇപ്പോൾ ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള അകലം വർദ്ധിച്ചു വരികയാണ്. കാരണം അമേരിക്ക അതിനുള്ളിലേക്ക് കടക്കുകയും പാകിസ്ഥാൻ്റെ നിയന്ത്രണം പഴയതുപോലെ അമേരിക്കയുടെ കടിഞ്ഞാൺ അമേരിക്കയുടെ കയ്യിലേക്ക് പോവുകയും ചെയ്തിരിക്കുകയാണ്. ട്രംപ് വളരെ കൃത്യമായിട്ട് പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കി കൂടെ നിർത്തുകയാണ്. അത് നമുക്ക് മറ്റൊരു വെല്ലുവിളിയാണ്. പക്ഷേ എങ്കിലും ഈ ചൈനയുമായിട്ടുള്ള അകലം പാകിസ്ഥാന് വർദ്ധിക്കുന്നത് ഒരർത്ഥത്തിൽ നല്ലതാണ്. നമുക്ക് വലിയ സമ്മർദ്ദം ചെലുത്തി ചൈന നമുക്ക് ഈ പറയുന്ന തലവേദനയൊക്കെ ഉണ്ടാക്കുന്നെങ്കിലും നമ്മുടെ അയൽ രാജ്യമാണ്. ചൈനയെ നമുക്ക് പതുക്കെ ഇതിൽ നിന്ന് മാറ്റി നിർത്തിയാൽ അതും പാകിസ്ഥാനെ സംബന്ധിച്ച് അതും ഒരു വലിയ നഷ്ടം തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.